ശബരിമല കയറാനെത്തിയ സംഘത്തിലെ 3 ട്രാൻസ്ജെൻഡറുകൾ മല കയറാതെ മടങ്ങി. 9 ആണുങ്ങളും 6 ട്രാൻസ്ജെൻഡറുകളുമാണ് മല കയറാനെത്തിയത്. ഇവരിൽ 3 ട്രാൻസ്ജെൻഡറുകളാണ് മല കയറാതെ മടങ്ങിയത്. ഇതിലൊരാളുടെ തിരിച്ചറിയൽ കാർഡിൽ സ്ത്രീ എന്നുള്ളതിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാമെന്ന് പോലീസ് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഇവരുടെ മടക്കം. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. സർക്കാരിന് സത്യവാങ്മൂലത്തിൽ രഹസ്യ അജണ്ടകളില്ലെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ പോലീസിനടക്കം ഉള്ളവർക്ക് തുറന്ന ഒരു സമീപനമാണ് ഉള്ളതെന്നും അതേസമയം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെയും കനകദുർഗയെയും ശബരിമല പ്രവേശനമെന്നും എന്നാൽ ഒരു പ്രമുഖ പാർട്ടിയും ചില വലതുപക്ഷ ശക്തികളുമാണ് ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കുന്നതെന്നും കോടതിയെ സർക്കാർ അറിയിക്കുകയും ചെയ്തു. അതേസമയം ശബരിമല ഹർജികൾ 22-ന് വാദം കേൾക്കില്ല. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി ജനുവരി 22-ന് പരിഗണിച്ചേക്കില്ലെന്ന് സുപ്രീം കോടതി. കേസ് പരിഗണിക്കുന്ന ബെഞ്ചിലെ വനിതാ ജഡ്ജിയായ ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിക്കുകയായിരുന്നു. ജനുവരി 22-ന് ഹർജികൾ പരിഗണിക്കുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പ്രകാരം കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകൻ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.